ഹലോ വെൽക്കം ടു പെപ്പ് ലേണിംഗ്. ഡൽഹി യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് വിവിധ കോഴ്സുകൾക്ക് CUT PG എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയവർക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് 2024 മെയ് 25 നിങ്ങൾക്ക് മെയ് 25 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരുപാട് വ്യത്യസ്ത സ്വഭാവത്തിലുള്ള PG കോഴ്സുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ, ഓരോ പേപ്പർ കോഡുകൾക്ക് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ളത് കാണാൻ വേണ്ടി സാധിക്കും. അഡ്മിഷൻ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഷെഡ്യൂള് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. ഡീറ്റെയിൽ ആയിട്ടുള്ള ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓരോരോ ഇതുമായി ബന്ധപ്പെട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ബുള്ളറ്റിൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. രജിസ്ട്രേഷൻ ലിങ്ക് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് മെയ് 25 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് അപേക്ഷ സമർപ്പിക്കാനുള്ളത്. കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റം എന്നുള്ള പ്രോസസ്സിലാണ് അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത്. അത് നിങ്ങൾക്ക് ഓരോ പോസ്റ്റ് ഗ്രാജുവേഷൻ കോഴ്സുകൾ അതിലെത്രയാണ് സീറ്റ്സ് വരുന്നത്, ഓരോ കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എലിജിബിലിറ്റി എന്താണ്, ബേസിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കൃത്യമായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷമാണ് നമ്മൾ അപേക്ഷ സമർപ്പിക്കാൻ. CSAS അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് അൺറിസർവ്ഡിന് 250 രൂപയും SC/ST PWD കാറ്റഗറിക്ക് 100 രൂപയുമാണ് വരുന്നത്. മെയ് 25 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാനം. ഇത് ഓരോ കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കോഴ്സിലേക്ക് പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അപ്ലിക്കേഷൻ സമയത്ത് എന്തൊക്കെയാണ് പ്രത്യേകമായിട്ടുള്ള അഡ്വൈസുകൾ തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. പ്രോഗ്രാം സെലക്ഷന് അതിൻ്റെ പ്രിഫറൻസ് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, നിങ്ങൾ ഏത് ക്യാമ്പസാണ് നോക്കുന്നത്, അണ്ടറിൽ വരുന്ന കോളേജാണോ അല്ലെങ്കിൽ മെയിൻ ക്യാമ്പസ് തന്നെയാണോ നോക്കുന്നത് തുടങ്ങിയിട്ടൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ബുള്ളറ്റിൻ കൃത്യമായിട്ട് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കോഴ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.